ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ ഓൾറെഡി വന്നു. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പം ഈ ക്രിസ്മസ് പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിനും എത്ര വെയിറ്റേജ് ആണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് എക്സാക്റ്റ് ആയിട്ട് കണക്കൊന്നുമില്ല, പക്ഷെ പല കുട്ടികളും മനസ്സിലാക്കിയതായിരിക്കില്ല ശരിക്കത്തെ റിയാലിറ്റി. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് എന്തായിരിക്കും ഉണ്ടാവുക, ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ക്രിസ്മസ് എക്സാമിന് വരിക. അങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മാത്രമല്ല ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സിലൂടെ നമ്മുടെ ബാച്ചിൽ അടിച്ചു പൊളിച്ച് ലക്ഷ്യ ബാച്ചിൽ തീർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചോളാം. ജോയിൻ ചെയ്യണം, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ കാര്യം നോക്കാം. വീണ്ടും ഞാൻ ആവർത്തിക്കണം, എക്സാക്ട് വെയിറ്റേജ് നമുക്ക് അവൈലബിൾ അല്ല, കാരണം സിലബസും കാര്യങ്ങളും മാറിയത് കൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് നമ്പേഴ്സ് ഇതുവരെ കിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ നമ്മൾ വിചാരിക്കുക എന്താ, ഓണപ്പരീക്ഷയിൽ സെക്കൻഡ് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവും. അല്ല, നോക്ക്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മുൻപുണ്ടായിരുന്ന, അതായത് ഓണം എക്സാമിലെ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ നിന്ന് ചോദ്യം വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് മിനിമം 5 മാർക്കിനെങ്കിലും ചോദ്യം നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സർക്കിൾസിൽ നിന്ന് 4 മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 3 മാർക്കിനും ആൻഡ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ നിന്ന് 5 മാർക്കിനും. അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് ഉണ്ടാവും. പക്ഷേ അതിന് മുൻപുള്ള, അതായത് ഓണപരീക്ഷയിൽ നിങ്ങൾ ഓൾറെഡി എഴുതിയ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് തീർത്തേ പറ്റുള്ളൂ. കാരണം ഈ ചാപ്റ്റേഴ്സ് നമുക്ക് റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഓണപരീക്ഷയിൽ പഠിച്ച ചാപ്റ്ററൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും അതും പഠിച്ചു പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മാർക്കുകൾ, എത്ര മാർക്ക് ഉണ്ടാവും, 9, 12, 17 മാർക്ക് പ്ലസ് ഈ ഒരു കുറച്ച് മാർക്ക് കൂടെ, അത്രയും മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടും. പിന്നെ പണ്ടത്തെ പോലെ അല്ല നമ്മുടെ പേപ്പേഴ്സ് വരുന്നത്. അഡീഷണൽ മാർക്സിന് ചോദ്യമില്ല. പണ്ടൊക്കെ 80 മാർക്കിന്റെ മാത്സ് പേപ്പറിൽ 100 മാർക്കിനോളം ചോദ്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് ഉത്തരം കൊടുക്കാം. ഇപ്പം അങ്ങനെയല്ല. പുതിയ പാറ്റേൺ പ്രകാരം 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 80 മാർക്കിനെ ചോദ്യം ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ഓപ്ഷനൊക്കെ ഉണ്ടാവും. ആ ഓപ്ഷനിൽ തന്നെ ഒരു ചോദ്യം, ഇപ്പം 5ാമത്തെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് എ എന്ന് പറഞ്ഞിട്ടും 5ാമത്തെ ചോദ്യം ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പക്ഷെ 2 ചോദ്യം എന്തായിരിക്കും, ഒരു ചാപ്റ്റർ തന്നെ ആയിരിക്കും. അപ്പൊ ചാപ്റ്റർ പഠിക്കാതെ പോകുന്ന പരിപാടിയും നടക്കില്ല. അപ്പൊ ഇത് എല്ലാ സബ്ജക്റ്റിനും ഞാൻ കാണിക്കുന്നില്ല. കെമിസ്ട്രിയുടെ കാണിച്ചു തരാം. കെമിസ്ട്രിയുടെയും നിങ്ങൾ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കണം, ഫിസിക്സിന്റെയും ആദ്യം 2 ചാപ്റ്റർ പഠിക്കണം. എല്ലാ സബ്ജക്റ്റിലും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഓരോന്നും തരേണ്ട ആവശ്യമില്ലാത്തത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്, ഈ ക്രിസ്മസ് എക്സാമിന്റെ ചാപ്റ്റേഴ്സ് വേഗം തീർക്കുക. എന്നിട്ട് നമുക്ക് അത് റിവൈസ് ചെയ്യണം, അതിലെ ചോദ്യങ്ങൾ ചെയ്യും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതാണ്ട് മറന്നുപോയ ഓണം എക്സാമിന് നോക്കണ്ടേ, അപ്പം അതിന് സമയം വേണം. പഠിച്ചു പൊളിച്ച് ഡെയിലി നിങ്ങൾ ഒരു 1.5 മണിക്കൂർ പഠിക്കാൻ റെഡിയാണെങ്കിൽ മതി. ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളും. വേറെ നിങ്ങൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അതിന് എക്സാമിനറുടെ ബാച്ച് ഒക്കെ ഉപയോഗിക്കണം. അടിപൊളിയായിട്ട് ബാച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൂടാതെ യൂട്യൂബിൽ 1 ഷോട്ടും കൂടി വരുന്ന സമയത്ത് ബാച്ചിലെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ഓൾറെഡി പഠിക്കുന്നു, അതിൻ്റെ റിവിഷനാണ് യൂട്യൂബിലെ 1 ഷോട്ടും. അതിനുശേഷം മാരത്തോണും കാര്യങ്ങളായിട്ട് കിട്ടാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള പഠനം നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റഡി വെൽ.